ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഒരുപാട് ആൾക്കാരുടെ ആവശ്യപ്രകാരം ഒരു വീഡിയോ ആയിട്ട് ഞാൻ വന്നേക്കാണ്. ഒരു കംപ്ലീറ്റ് പോർട്രേറ്റ് ഡ്രോയിങ് ട്യൂട്ടോറിയൽ ചെയ്യാൻ പറ്റുമോ എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ആദ്യത്തെ വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോ എന്ന് പറയുമ്പം ഇത് ഒരു 5-10 മിനിറ്റിൽ പറഞ്ഞു തീർക്കാൻ പറ്റാത്തൊരു കാര്യമായതുകൊണ്ട് ഒരു 3-4 എപ്പിസോഡായിട്ടാണ് ചെയ്യാനായിട്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പം വീഡിയോസ് കുറച്ച് ലെങ്തി ആയിരിക്കും, അത് ആദ്യമേ തന്നെ പറയുകയാണ്. അപ്പോൾ ആദ്യത്തെ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് അറിയിച്ചാൽ അതിന് അനുസരിച്ച് വേണ്ടുന്ന മാറ്റങ്ങൾ വരുന്ന വീഡിയോസിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പം ആദ്യത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ റെഫറൻസ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യേണ്ടതെന്നും അത് എങ്ങനെയാണ് അല്ലെങ്കിൽ ഏത് മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ് നിങ്ങൾ വരയ്ക്കാൻ ഉപയോഗിക്കുന്ന പേപ്പറിലേക്ക് ആ റെഫറൻസ് ട്രാൻസ്ഫർ ചെയ്യേണ്ടതും എന്നുള്ളതൊക്കെയാണ് നമ്മുടെ ആദ്യത്തെ വീഡിയോയിൽ പറയുന്നത്. അതോടൊപ്പം തന്നെ ഗാഡ്ജറ്റ്സ് ഉപയോഗിച്ച് വരയ്ക്കുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട്, പ്രത്യേകിച്ച് മൊബൈൽ, ടാബ്ലറ്റ് ഉപയോഗിച്ച് വരയ്ക്കുന്ന ഫ്രണ്ട്സിന് വേണ്ടിയിട്ടൊരു ഈസി ആയിട്ടുള്ളൊരു ആപ്ലിക്കേഷൻ കൂടി ഞാൻ ഇതോടൊപ്പം പരിചയപ്പെടുത്തുന്നുണ്ട്. ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, അത് തന്നെ പറയട്ടെ. ആപ്ലിക്കേഷൻ്റെ കാര്യം പറയുന്നത് വേറെ ഒന്നും കൊണ്ടല്ല, പലർക്കും പ്രിൻ്റ് എടുത്തതിന് ശേഷം അതിൽ ഗ്രിഡ് ഇട്ട് വരയ്ക്കാൻ അല്ലെങ്കിൽ പ്രിൻ്റൊക്കെ എടുക്കാനുള്ള ഒരു ബുദ്ധിമുട്ടുണ്ടെന്ന് പലരും പറയാറുണ്ട്. അതുകൊണ്ടാണ് മൊബൈൽ യൂസ് ചെയ്യുന്നത് പറയാറുണ്ട്. അല്ലെങ്കിൽ അങ്ങനെ ഗ്രിഡ് ഉപയോഗിച്ച് വരച്ചിട്ടും അവരുടെ സ്കെച്ച് കറക്റ്റ് ആവുന്നില്ല, ഷേപ്പ് കിട്ടുന്നില്ല എന്നൊക്കെയുള്ള പൊതുവേ പരാതികൾ കേൾക്കാറുണ്ട്. അപ്പം ഇത്തരം മൊബൈൽ ആപ്ലിക്കേഷൻസ് ഉപയോഗിച്ച് വരയ്ക്കുമ്പോൾ അതിനെ എങ്ങനെ അത്തരം എറേഴ്സ് കുറയ്ക്കാമെന്നുള്ളതോടെ നമുക്ക് ശ്രദ്ധിക്കാം. അതേക്കുറിച്ചുകൂടെ ഞാനിവിടെ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ആപ്ലിക്കേഷൻ എന്താണെന്നും അതെങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്നും നമുക്ക് ആദ്യം നോക്കാം. അപ്പോൾ നിങ്ങൾ ഈ ആപ്പ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് നിങ്ങൾ പ്ലേ സ്റ്റോറിൽ പോവുക. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഡ്രോയിങ് ഗ്രിഡ് ഫോർ ആർട്ടിസ്റ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. സെർച്ച് ചെയ്യുമ്പോൾ വരുന്ന ഫസ്റ്റ് ആപ്പാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്. അത് ഇൻസ്റ്റാൾ ചെയ്യുക. ഞാനിവിടെ ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. മെനുവിൽ വന്ന് ആപ്പ് ഓപ്പൺ ചെയ്യുക. ഇത് ആപ്പിൻ്റെ ഐക്കണിൻ്റെ താഴെയുള്ള നെയിം വിയറ്റ്നാമി ഭാഷയിൽ തന്നെ ആയിരിക്കും. ഇതെങ്ങനെയാണ് വായിക്കേണ്ടതെന്ന് അറിയില്ല. അപ്പോൾ ഈ ഐക്കൺ ശ്രദ്ധിക്കുക. ഈ ആപ്പ് ഓപ്പൺ ചെയ്യുക. ഞാനിത് ഓൾറെഡി മുമ്പ് ഒരു ഫോട്ടോ റെഫറൻസിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്തിട്ടേക്കുന്നതുകൊണ്ടാണ് ഇതിപ്പോൾ മോഹൻലാലിൻ്റെ പടം വന്നേക്കുന്നത്. ലാലേട്ടനല്ല നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പടം വേറെയാണ്. അപ്പം നിങ്ങൾ ഏത് പടമാണോ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്നത് അത് നിങ്ങൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു യൂസർ ഇൻ്റർഫേസിലേക്ക് വരുമ്പോൾ, ഈ ഒരു പേജിലേക്ക് വരുമ്പോൾ തന്നെ നിങ്ങൾ ഈ മുകളിലുള്ള ഷോ ലേബൽ അല്ലെങ്കിൽ ഷോ ഗ്രിഡ് എന്നുള്ള ഈ 2 ഓപ്ഷനും ചെക്ക് ചെയ്യണം. എങ്കിൽ മാത്രമേ ഈ ഗ്രിഡും അതേപോലെ തന്നെ ഗ്രിഡിൻ്റെ നമ്പറും വിസിബിൾ ആവുകയുള്ളൂ. ഒന്നുകൂടെ കാണിക്കാം. ഇതിപ്പോൾ ഒന്നും ഉണ്ടാവില്ല, പ്ലെയിനാണ് ഇമേജ്. ഷോ ലേബൽ ചെക്ക് ചെയ്യുമ്പോൾ മുകളിലും സൈഡിലും ഹൊറിസോണ്ടലും വെർട്ടിക്കലും നമുക്ക് അതിൻ്റെ നമ്പേഴ്സ് ഉണ്ടാവും. അതേപോലെ തന്നെ ഷോ ഗ്രിഡ് കൊടുക്കുമ്പോൾ നമ്മളുടെ സെൽസ് വിസിബിൾ ആവും. അപ്പോൾ ഇനി റൈറ്റ് സൈഡിൽ മുകളിലുള്ള ഈ ഫോൾഡറിൻ്റെ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ബോക്സ് ആയിരിക്കും വരുന്നത്. അപ്പോൾ നിങ്ങൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൻ്റെ ഓറിയൻറ്റേഷനാണ്. എപ്പോഴും പോർട്രേറ്റ് വരയ്ക്കുമ്പോൾ എപ്പോഴും വെർട്ടിക്കൽ ഓറിയൻറ്റേഷൻ ചൂസ് ചെയ്യുക. ഞാനിന്നിവിടെ A4 സൈസിലാണ് വരയ്ക്കുന്നത്. നിങ്ങൾക്കിവിടെ ഡിഫറെൻറ്റ് ഓപ്ഷൻസ് ഉണ്ട്. A5, A4, A3, A2, A1, A0. അതിനുശേഷം ഏറ്റവും ലാസ്റ്റിൽ കസ്റ്റം ഉണ്ട്. നിങ്ങളൊരു സ്പെസിഫിക് സൈസിലാണ് വരയ്ക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിവിടെ കസ്റ്റം സെലക്ട് ചെയ്ത് അതിൻ്റെ ഡയമെൻഷൻസ് നിങ്ങൾക്കിവിടെ ആഡ് ചെയ്യാം. ഞാനിവിടെ A4 ആണ് ചൂസ് ചെയ്തിരിക്കുന്നത്, അതുകൊണ്ട് A4 ഓപ്പൺ ചെയ്യാം. A4 നമ്മൾ സെലക്ട് ചെയ്യുമ്പോൾ നമ്മളിത് ഗാലറിയിലേക്കാണ് പോകുന്നത്. ഗാലറി എവിടെ നിന്നാണ്, ഏത് സോഴ്സിൽ നിന്നാണ് നമ്മൾക്ക് ഫയൽ ഇമ്പോർട്ട് ചെയ്യേണ്ടത് അത് ചൂസ് ചെയ്യുക. ഞാനിപ്പോൾ ഇവിടെ ഗാലറിയിലേക്ക് വന്നു. നിങ്ങൾക്കിപ്പോൾ ഇവിടെ കാണാം ഞാൻ ഈ ഒരു ഫീമെയിൽ പോർട്രേറ്റാണ് വരയ്ക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇതാണ് ഞാൻ ഡൗൺലോഡ് ചെയ്ത ഇമേജ്. അപ്പം നമ്മൾ റെഫറൻസ് സെറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അതിനെ പ്രിപ്പയർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പോർട്രേറ്റ് എന്ന് പറയുന്നത് ഒന്നുകിൽ ഹെഡ് അല്ലെങ്കിൽ ഹെഡ് ആൻഡ് ഷോൾഡർ ആ ഒരു പോർഷൻ മാത്രം മതി. അതിന് താഴോട്ടുള്ള ബോഡിയുടെ പോർഷൻസ് നമ്മൾക്ക് ആവശ്യമില്ല. അപ്പം നിങ്ങൾ പോർട്രേറ്റ് വരയ്ക്കാൻ നിങ്ങൾ റെഫറൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മൾ വരയ്ക്കാൻ ഉദ്ദേശിക്കുന്ന പേപ്പറിൻ്റെ ഒരു 60 to 70% എങ്കിലും ആ ഫേസ് കവർ ചെയ്യാൻ ശ്രദ്ധിക്കുക. അപ്പം ആ പോർട്രേറ്റിന് ആ പേജിലൊരു ആവശ്യമായിട്ടുള്ളൊരു വലിപ്പവും നമ്മൾക്കത് അതിൻ്റെ ഫേഷ്യൽ ഫീച്ചേഴ്സൊക്കെ മെഷർ ചെയ്യാനും അതേപോലെ തന്നെ വരയ്ക്കാനും ഒക്കെ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. അത് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും. ഇത്രയും ഞാൻ കൊണ്ടുവന്നു. ഇത് ക്രോപ്പ് ചെയ്യുകയാണ്. ക്രോപ്പ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇമേജ്, ഇതിപ്പോൾ A4 സൈസിലാണ് നിങ്ങളിപ്പോൾ ഈ ഇമേജ് കാണുന്നത്. നിങ്ങൾക്കിങ്ങനെ വിത്ത് ഗ്രിഡ് നിങ്ങളുടെ ഗാലറിയിൽ സേവ് ചെയ്യാം. നിങ്ങൾ പ്രിൻ്റ് എടുക്കാനാണ് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രിഡ് ഇടേണ്ട കാര്യമില്ല, അല്ലാതെ തന്നെ നിങ്ങൾക്ക് ചെയ്യാം. ഇനി നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ്റെ മുകളിലത്തെ ലെഫ്റ്റ് സൈഡിലുള്ള 3 ലൈൻസിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെറ്റിങ്സിലേക്കാണ് പോകുന്നത്. ഇവിടെ നിങ്ങൾ എത്ര സൈസ് ഗ്രിഡാണ് നിങ്ങൾക്ക് വേണ്ടത് നിങ്ങൾക്കത് സെറ്റ് ചെയ്യാം.
ഞാനിപ്പോൾ ഇവിടെ 2 സെൻറ്റിമീറ്റർ കിട്ടാണ് എടുക്കുന്നത്, അതുകൊണ്ട് 20 mm ആണ് ഞാൻ കൊടുത്തേക്കുന്നത്. അതേപോലെ തന്നെ എഫക്ട്സ്, ഇത് ഇപ്പം ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഞാൻ സെറ്റ് ചെയ്തിട്ടേക്കുന്നതാണ്. ഇപ്പം നിങ്ങൾ അതേപോലെ തന്നെ എഫക്റ്റ് ബ്ലാക്ക് ആൻഡ് വൈറ്റും ഉണ്ട്, നോർമലും ഉണ്ട്, ഔട്ട്ലൈൻ അങ്ങനെ ഉണ്ട്. നിങ്ങൾ നോർമൽ ചൂസ് ചെയ്യുക, കാരണം നിങ്ങൾക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഫോട്ടോയുടെ ബ്ലാക്ക് ആൻഡ് വൈറ്റിലാക്കി ചെയ്യാം. അതിൻ്റെ ലെവൽസും ഷാഡോയും ഹൈലൈറ്റ്സും ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ മറ്റ് ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻസ് യൂസ് ചെയ്യുക. നമ്മൾക്ക് ഇതിനകത്ത് ഗ്രിഡ് മാത്രം ചെയ്താൽ മതി. അതേപോലെ തന്നെ ഗ്രിഡിൻ്റെ കളറ് നമ്മൾക്ക് ഏത് കളറാണ് കൂടുതൽ ഈസി ആയിട്ട് കാണാൻ പറ്റുക, അല്ലെങ്കിൽ കുറച്ചുകൂടെ വൈബ്രൻ്റ് ആയിട്ട് ആ പോർട്രേറ്റിൻ്റെ മുകളിൽ തെളിഞ്ഞ് കാണുക, ആ കളേഴ്സ് ചൂസ് ചെയ്യുക. അതിപ്പോൾ കളർ ഫോട്ടോ എടുക്കുമ്പോൾ അതിനനുസരിച്ചിട്ടുള്ള കളർ വേണം നിങ്ങൾ ചൂസ് ചെയ്യാൻ. അതേപോലെ തന്നെ സ്ട്രോക്ക് ഞാനിവിടെ 1 ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് കൂടുതലൊന്നും നമ്മൾക്ക് ചെയ്യാനില്ല. നിങ്ങൾക്കിത് ഇങ്ങനെ വേണമെങ്കിൽ സേവ് ചെയ്യാം. ഫോണിൽ നോക്കി നിങ്ങൾ വരയ്ക്കുമ്പോൾ എനിക്ക് ശ്രദ്ധിക്കേണ്ട 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അതിനകത്ത് ഏറ്റവും ആദ്യത്തെ എന്ന് പറഞ്ഞാൽ നമ്മൾ പലപ്പോഴും ഡീറ്റെയിൽസ് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഓരോന്നിൻ്റെ സൈസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളിങ്ങനെ സൂം ചെയ്യുകയും സൂം ഔട്ട് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടി വരാറുണ്ട് അല്ലേ. അപ്പം ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾക്ക് കൃത്യമായിട്ട് ഓരോന്നും മെഷർ ചെയ്തെടുക്കുക എന്ന് പറയുന്നത് ഇച്ചിരി ഡിഫിക്കൽട്ടായിട്ട് തോന്നും. പ്രത്യേകിച്ച് മൊബൈൽ എന്ന് പറയുന്നത് വളരെ ചെറിയൊരു ഗാഡ്ജറ്റാണ്. അതിൻ്റെ ഡിസ്പ്ലേ എന്ന് പറയുന്നത് ചെറുതായിരിക്കും, നമ്മുടെ കയ്യിൽ ഒതുങ്ങുന്നത്ര സൈസേ ഉണ്ടാവുള്ളൂ. നമ്മൾ വരയ്ക്കുന്ന പേപ്പർ അങ്ങനെയല്ല. അപ്പോൾ ഈ ഒരു രണ്ടിൻ്റെ സൈസിലുള്ള ഒരു ഡിഫറൻസ് നമ്മൾ ചിലപ്പോൾ നമ്മൾ ഈ പോർട്രേറ്റിൻ്റെ ഓരോ ഔട്ട്ലൈനും, ഓരോ കണ്ണിൻ്റെ ആയാലും മൂക്കിൻ്റെ ആയാലും അതേപോലെ ചുണ്ട്, ഇതിൻ്റെയൊക്കെ ഔട്ട്ലൈൻ നമ്മൾ സ്കെച്ച് ചെയ്യുമ്പോൾ ഈ വലിപ്പ വ്യത്യാസം കാരണം ചിലപ്പോൾ മെഷർമെൻറ്റ്സിൽ ചിലപ്പോൾ ഒരു വേരിയേഷൻ വരാം. അപ്പം ആ ഒരു സാഹചര്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞു തരാം. ഒന്നുകിൽ നിങ്ങൾ ഈ ഫോട്ടോ സേവ് ചെയ്ത് ഗാലറിയിലേക്ക് സേവ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, ചിലപ്പോൾ ഗാലറിയിൽ സേവ് ചെയ്ത ഫോട്ടോ നമുക്ക് സൂം ചെയ്യുന്നതിൻ്റെ ലിമിറ്റേഷൻ ഉണ്ടാകും. പക്ഷേ ഈ ആപ്ലിക്കേഷനിൽ നമുക്ക് എത്ര വേണമെങ്കിലും അത് സൂം ചെയ്യാം. അപ്പം ഇത് സൂം ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരിക. സൂം ചെയ്ത് കൊണ്ടുവന്നിട്ട് നിങ്ങളൊരു പേപ്പർ വെച്ചിട്ട് ഈ 2 ലൈൻസിൻ്റെയും ഡിസ്റ്റൻസ് മെഷർ ചെയ്യുക. പേപ്പറോ അല്ലെങ്കിൽ ഒരു സ്കെയിലോ വെച്ചിട്ട് ഇതിൻ്റെ 2 ലൈൻസിൻ്റെയും തമ്മിലുള്ള അകലം മെഷർ ചെയ്യുക. അത് കൃത്യം 2 സെൻറ്റിമീറ്റർ ആകുന്ന രീതിയിലേക്ക് നിങ്ങളത് സൂം ചെയ്ത് വെക്കുക. അതിനുശേഷം നിങ്ങൾ ഇതിൻ്റെ ഓരോ പോർഷനും, അതായത് ഏറ്റവും ലെഫ്റ്റിൽ നിന്ന് മുകളിലത്തെ ലെഫ്റ്റ് പോർഷൻ മുതൽ ഓരോ ഭാഗവും സ്ക്രീൻഷോട്ട് എടുത്ത് നിങ്ങൾ സേവ് ചെയ്യുക. ഈ സേവ് ചെയ്ത് വെച്ചിരിക്കുന്ന ഫോട്ടോ നിങ്ങൾ ഗാലറിയിൽ പോയി വീണ്ടും അത് ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഈ സൂം ഇൻ അല്ലെങ്കിൽ സൂം ഔട്ട് ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യം വരുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് വേണ്ടുന്ന ഭാഗമെല്ലാം അതേപോലെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചാൽ നമുക്ക് ഒരു പരിധി വരെ നമുക്ക് മെഷർമെൻറ്റ്സ് കറക്റ്റാക്കാൻ സാധിക്കും. ഞാൻ നോക്കിയിട്ട് വേറൊരു വഴി മൊബൈൽ ആപ്ലിക്കേഷൻ വെച്ച് വരയ്ക്കുമ്പോൾ നമുക്ക് വേറൊരു വഴി എനിക്ക് കാണുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ എപ്പോഴും പേപ്പർ പ്രിൻ്റ് എടുത്തിട്ട് റെഫറൻസ് ഞാനത് പ്രിപ്പയർ ചെയ്തതിന് ശേഷം പ്രിൻ്റ് എടുത്ത് അതിൽ ഗ്രിഡ് വരച്ചിട്ടാണ് ഞാൻ എപ്പോഴും വരയ്ക്കാറ്. ഏറ്റവും ഈസി ആയിട്ടുള്ളൊരു മെത്തേഡും അത് തന്നെയാണ്. പക്ഷേ പലർക്കും പ്രിൻ്റ് എടുക്കാനും ഒക്കെയുള്ളൊരു സാഹചര്യം അല്ലാത്തത് കൊണ്ടാണ് ഇങ്ങനൊരു കാര്യം സജസ്റ്റ് ചെയ്യുന്നത്. പലരും ചോദിച്ചു പ്രിൻ്റ് എടുക്കുന്ന ഏത് പേപ്പറിലാണെന്ന്. സാധാരണ നമ്മുടെ ഓഫീസിൽ യൂസ് ചെയ്യുന്ന A4 സൈസ് ഷീറ്റുകളാണ്. അപ്പോൾ ഇത് നമ്മുടെ റെഫറൻസിൽ ഞാൻ ഗ്രിഡ് ഇടാൻ പോവുകയാണ്. ഈ റെഫറൻസിൽ നമുക്ക് ഗ്രിഡ് ഇടാം. ഫസ്റ്റ് തന്നെ നിങ്ങൾ ഇവിടെ 0 മാർക്ക് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇവിടെ 0 മാർക്ക് ചെയ്തതിന് ശേഷം വെർട്ടിക്കൽ ലൈൻസ് 2, 4, 6, 8 അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക. അതേപോലെ തന്നെ ഇവിടെയും താഴെയും മാർക്ക് ചെയ്യുക. 2, 4, 6, 8 അങ്ങനെ. ഹൊറിസോണ്ടൽ ലൈൻ 2, 4, 6, 8, 10 അങ്ങനെ ഇവിടെ മാർക്ക് ചെയ്യുക. ഈ സൈഡിലും മാർക്ക് ചെയ്യുക. 2 സൈഡിലും മാർക്ക് ചെയ്തിട്ട് ആ പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുക. നിങ്ങളുടെ സ്കെയിൽ പിടിക്കുമ്പോൾ കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ പിടിക്കാൻ ശ്രദ്ധിക്കുക. അതേപോലെ ഇനി ബോട്ടം ലൈൻസും ഞാൻ മാർക്ക് ചെയ്യണം. നിങ്ങളിപ്പോൾ ഇവിടെ 0 മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ പോയിന്റ്സ് മാർക്ക് ചെയ്ത് കംപ്ലീറ്റ് താഴെ അതേപോലെ തന്നെ മാർക്ക് ചെയ്തു. ഇനി നിങ്ങൾ അടുത്ത ഡയറക്ഷനിലേക്കുള്ള ലൈൻസ് വരയ്ക്കുമ്പോൾ ഈ 0യിൽ നിന്ന് തുടങ്ങുന്ന രീതിയിലേക്ക് വേണം നിങ്ങൾ പേപ്പർ ടിൽറ്റ് ചെയ്യാൻ. അതായത് ഇവിടെയാണ് 0. അപ്പോൾ 2, 4 ഈ ഒരു ഓർഡറിൽ വേണം താഴേക്ക് പോകാൻ. നിങ്ങൾ ഇവിടെ നിന്ന് വരച്ച് തുടങ്ങരുത്.
അപ്പം ഞാൻ ഹോറിസോണ്ടൽ ലൈൻസ് വരച്ചു. ഇനിയിപ്പോൾ വെർട്ടിക്കൽ ലൈൻസ് വരയ്ക്കാൻ പോകുന്നു. ഞാനിപ്പോൾ ഗ്രിഡ് ഇട്ടു. ഇനി ഓരോ പോയിൻറ്റ്സും ഞാൻ ഒന്ന് നമ്പർ ചെയ്യണം. ഇനി നമ്മൾ വരയ്ക്കാൻ പോകുന്ന പേപ്പറിൽ ഗ്രിഡ് ലൈൻസ് ഇടാം. അപ്പം നിങ്ങൾ ആദ്യം തന്നെ ഏതെങ്കിലും ഒരു പോയിന്റിൽ 0 മാർക്ക് ചെയ്യുക. ഞാനിവിടെ ഗ്രിഡ് വരയ്ക്കാൻ എടുത്തിരിക്കുന്ന ഒരു HB പെൻസിലാണ്. കാരണം HB എന്ന് പറയുന്നത് അത്ര ഒരുപാട് ലൈറ്റും അല്ല ഒരുപാട് ഹാർഡും അല്ല, ഒരു ന്യൂട്രലായിട്ടുള്ളൊരു ടോണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഇത് വെച്ച് ഗ്രിഡ് വളരെ ലൈറ്റായിട്ട് വരയ്ക്കുക. അധികം പ്രഷർ കൊടുക്കരുത്. നിങ്ങൾ ഗ്രിഡ് വരയ്ക്കുമ്പോൾ ഭയങ്കര ഡാർക്കായിട്ടുള്ള ലൈൻസ് വരയ്ക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം പിന്നീട് അത് പോർട്രേറ്റിൻ്റെ ലൈറ്റായിട്ടുള്ള ഏരിയസിലൊക്കെ നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ ആ ഒരു ഷെയ്ഡിൽ കൂടി ഇത് വിസിബിൾ ആവുക ലൈൻസ്. അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. നിങ്ങൾ വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, വളരെ ലൈറ്റായിട്ട് ഗ്രിഡ് ലൈൻസ് വരയ്ക്കുക. അപ്പോൾ ആദ്യം തന്നെ ഞാൻ പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാണ്. കണ്ടില്ല, നമ്മളതിൻ്റെ നമ്പറിംഗ് ഒക്കെ സെയിം ആയിട്ടാണ് ചെയ്തേക്കുന്നത്. നമുക്ക് റെഫറൻസ് നോക്കിയിട്ട് ഇതിലേക്ക് ഈ പോർട്രേറ്റിൻ്റെ ഔട്ട്ലൈൻസ് നമുക്ക് മാർക്ക് ചെയ്യാം. അപ്പോൾ ഞാനപ്പം ഇതിൻ്റെ ഔട്ട്ലൈൻസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. അപ്പോൾ അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പം നിങ്ങൾ ആദ്യം ഒരു സ്റ്റാർട്ടിംഗ് പോയിൻ്റ് ഡിഫൈൻ ചെയ്യുക. ഞാൻ ഇവിടെ നിന്ന് തുടങ്ങുകയാണ്. അപ്പോൾ നിങ്ങൾ ഓരോ ലൈൻസിലും ഉണ്ടാകുന്ന ആ ഒരു ഇൻ്റർസെക്ഷൻ, അതായത് ഇപ്പം ഈ ഹെയറിൻ്റെ ഔട്ട്ലൈൻ ഓരോ ലൈൻസിലും ഓരോ ഗ്രിഡ് ലൈനിലും അതെവിടെ വരുന്നു എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബൈ വിഷ്വലി നിങ്ങൾക്കത് ഈസി ആയിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓക്കെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഒരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് എടുക്കുക. നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഓരോ ലൈൻസിലും മീറ്റ് ചെയ്യുന്ന ആ ഒരു പോയിൻറ്റ്സ് മാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ റെഫറൻസ് എടുത്തതിന് ശേഷം ഇതേപോലെ, ഫോർ എക്സാമ്പിൾ ഞാനിപ്പം കണ്ണിൻ്റെ ഇതാണെന്ന് വെച്ചോ, അപ്പം നിങ്ങൾ ചെയ്യേണ്ടത് ഇതേപോലെ പേപ്പർ കറക്റ്റായിട്ട് ആ ലൈൻസിന് പാരലായിട്ട് വെച്ചതിന് ശേഷം മാർക്ക് ചെയ്യുക. ഇതെവിടേക്കാണ് മീറ്റ് ചെയ്യുന്നത് മാർക്ക് ചെയ്യുക. അതായത് ഓരോ ഇതിൻ്റെ എഡ്ജ്, കണ്ണിൻ്റെ ഇതിൻ്റെ എഡ്ജ്, അതേപോലെ തന്നെ ഇതിൻ്റെ കൃഷ്ണമണിയുടെ ഭാഗം, അതേപോലെ തന്നെ ഇതിൻ്റെ ലാസ്റ്റ് വരുന്ന ഭാഗം, ഇതിൻ്റെ ഐലാഷസിൻ്റെ, അതേപോലെ തന്നെ ഇവിടെ നിങ്ങൾക്ക് ചെയ്യാം. ഒരു പോയിൻ്റ് ഇവിടെ ഉണ്ട്, 12 വെക്കുക.
അതിനുശേഷം നമ്മൾ ആ പോയിൻറ്റ്സ് ഇവിടെ മാർക്ക് ചെയ്യുന്നു. കണ്ണിൻ്റെ ഉള്ളിലെ ആ ഒരു ഓരോ ഐറ്റത്തിൻ്റെയും നമ്മൾ ആ ലൈൻസ് സ്പോട്ട് ചെയ്തിട്ടുണ്ട്. കണ്ണുകളുടെ ആ ഒരു ഈ 2 പോയിൻറ്റുകൾ തമ്മിലുള്ള ഒരു അകലം നമുക്ക് എടുക്കണം. അപ്പം ഞാൻ ഈ ലൈൻസിൽ ഈ 2 പോയിൻറ്റ്സാണ് മാർക്ക് ചെയ്യുന്നത്. 14 ഇവിടെ 14ഉം അതേപോലെ തന്നെ ഈ ലൈൻസ് മീറ്റ് ചെയ്യുന്നത് 8ഉമാണ്. 8ആണ്. അപ്പോൾ 8, 14 വരുന്ന പോയിൻറ്റിൽ വെച്ചിട്ടാണ് ഞാനിത് മെഷർ ചെയ്യുന്നത്. കണ്ടിൽ ഈ 2 പോയിൻറ്റ്സ് മാർക്ക് ചെയ്തിരിക്കുകയാണ്. ഇവിടെ 14, അതേപോലെ തന്നെ ഈ ലൈൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കണ്ടോ 8 എന്ന് പറയുന്ന ആ ഒരു ലൈനിൽ കൊണ്ടുവന്നിട്ട് മാർക്ക് ചെയ്യുകയാണ്. ചെയ്തു തുടങ്ങാം. അപ്പം ഗ്രിഡ് ലൈനിൽ ഉപയോഗിച്ച് എങ്ങനെ വരയ്ക്കുന്നു എന്നുള്ള ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തന്നെയാണിത്. അതായത് ഓരോ ഹൊറിസോണ്ടൽ ലൈനിലും അല്ലെങ്കിൽ വെർട്ടിക്കൽ ലൈനിലും ആ പോർട്രേറ്റിൻ്റെ ഔട്ട്ലൈൻസ് അല്ലെങ്കിൽ അതിൻ്റെ കോണ്ടൂർ ലൈൻസ് എവിടെ മീറ്റ് ചെയ്യുന്നു അത് കൃത്യമായിട്ട് സ്പോട്ട് ചെയ്യുക. അതിനുശേഷം അതിന് ഓരോ പോയിൻറ്റ്സിനെയും ജോയിൻ ചെയ്യുക. അങ്ങനെയാണ് നമ്മൾ ഈ ഗ്രിഡ് മെത്തേഡ് ഉപയോഗിച്ചിട്ട് വരയ്ക്കുന്നത്. ഇവിടുത്തെ ഐബ്രോസ് വരയ്ക്കുമ്പോൾ ഈ 10 എന്ന് പറയുന്ന ആ ലൈൻസിൽ നിന്ന് കുറച്ച് താഴെ 10ഉം ഈ ഹൊറിസോണ്ടൽ ലൈനും അതേപോലെ തന്നെ ഈ വെർട്ടിക്കൽ ലൈനും നമ്പരും റെഫറൻസിൽ ഏതാണെന്ന് നോക്കുക. നമ്മുടെ വരയ്ക്കുന്ന പേപ്പറിൽ അത് കൃത്യമായിട്ട് ഐഡൻറ്റിഫൈ ചെയ്യുക. അതിന് തൊട്ട് താഴെയുള്ള ഈ ഐബ്രോസിൻ്റെ ഈ ഒരു പോർഷൻ ഞാനൊന്ന് പോയിൻ്റ് മാർക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള അതിൻ്റെ ബോട്ടം വിട്ട് കാണിക്കുന്ന ഇവിടവും കുറച്ച് മാറി ഇത് ഇവിടെ എൻഡ് ചെയ്യുകയാണ്. എന്നിട്ട് ഈ 3 ലൈൻസും ഇങ്ങനെ യോജിപ്പിക്കുക. ആ കണ്ണിൻ്റെ ആ പോർഷൻ എൻഡ് ചെയ്യുന്നതിൻ്റെ കുറച്ച് മേളിലാണ്. അപ്പോൾ ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഓൾമോസ്റ്റ് ഇതിൻ്റെ ഒരു സെൻറ്ററിന് മേളിലാണ്. അതായത് കണ്ണിൻ്റെ ഈ പോർഷൻ്റെ മേളിലത്തെ ആ ഒരു സ്പോട്ട് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുകയാണ്. അതിന് ശേഷം നമുക്കത് മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കുക. ഏകദേശം ഇവിടെ വരും അതിൻ്റെ ബോട്ടം ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിങ്ങനെ ഓരോ പോയിൻറ്റ്സും ഇതുപോലൊരു പേപ്പറിൻ്റെ സ്ട്രിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ സ്കെയിൽ ഉപയോഗിച്ചോ ഒക്കെ മാർക്ക് ചെയ്യാം. അതിനുശേഷം ആ പോയിൻറ്റ്സിനെ യോജിപ്പിക്കുക. തമ്മിൽ യോജിപ്പിക്കുമ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു ഷേപ്പ് കിട്ടും. അതിനുശേഷം ഞാൻ ഇവിടുത്തെ മുടിയുടെ ഒരു ഭാഗം ഒന്ന് സ്പോട്ട് ചെയ്യാണ്. ഏകദേശം ഇതിൻ്റെ പകുതിക്ക് താഴെയാണ് ഈ മുടിയുടെ ഈ ഒരു ഭാഗം നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു ലൈനിൻ്റെ പകുതിക്ക് താഴെ ഇത് ഓൾമോസ്റ്റ് പകുതിയാണ്. താഴെ നമ്മൾ കുറച്ചൊരു ഇതിൽ ഞാൻ ഈ മൂക്കിൻ്റെ ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് കാണിക്കാം. ഏകദേശം നമുക്ക് ആദ്യം ഇതിൻ്റെ ഈ ബോട്ടം പോയിൻറ്റും ഒന്ന് മാർക്ക് ചെയ്യാം. ഇത് വെർട്ടിക്കൽ ലൈൻ 10ഉം ഹൊറിസോണ്ടൽ ലൈൻ 16ഉം 14ഉം ഇടയിലായിട്ടാണ് ഈ ഒരു സ്പോട്ട് വരുന്നത്. അപ്പം
ഈ 10-ൽ എത്ര സെൻറ്റിമീറ്റർ ഉണ്ടെന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇവിടെ ഹൊറിസോണ്ടൽ ലൈൻ 10-ൽ കൊണ്ടുവന്നു. അപ്പോൾ 16-ൻ്റെ തൊട്ട് മേളിലായിട്ട് ഈ പോയിൻ്റ് വെച്ചു. അതായത് ഇവിടെ നിന്ന് ഇത്രയാണ് മൂക്കിൻ്റെ താഴത്തെ സ്പോട്ട് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അതിൻ്റെ വിഡ്ത്ത് നോക്കാം. ഞാൻ ഏകദേശം ഒരു സെൻട്രലായിട്ടാണ് വെക്കുന്നത്. നിങ്ങൾ കൃത്യമായിട്ട് മെഷർ ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്കെയിൽ വെച്ചിട്ട് അത് മെഷർ ചെയ്യേണ്ടി വരും. ഇത് ഈ മൂക്കിൻ്റെ ഈ ഭാഗത്ത് ഔട്ട്ലൈന്, ഇത് ഇപ്പുറത്തെ ഔട്ട്ലൈന്. അപ്പോൾ 14-16 ഹൊറിസോണ്ടൽ ലൈനിൻ്റെ ബിറ്റ്വീനിലാണത്. പത്ത് എന്ന് പറയുന്ന വെർട്ടിക്കൽ ലൈൻ 16-ലെ പോയിന്റിൽ സ്റ്റാർട്ട് ചെയ്തു. 10-16-ൻ്റെ ഇൻ്റർസെക്ഷനാണ്. അപ്പോൾ ഇവിടെ 10-ൽ നിന്ന് താഴേക്ക് ഇത്രയും, ഇതിൻ്റെ ബോട്ടം, ഇത് ഈ ഷാഡോ കറക്റ്റ് താഴോട്ട് വെക്കുക. ഇതിൻ്റെ ടോപ്പ്, ഇതിൻ്റെ ബോട്ടം, പിന്നെ ആ ലിപ്സുകൾ തമ്മിലുള്ള ഗ്യാപ്പാണിത്. ഇത് ലിപ്പിൻ്റെ ബോട്ടം ഭാഗം, ഇതിൻ്റെ ഷാഡോ വരുന്നത്. വെർട്ടിക്കലായിട്ട് പിടിക്കുക, ഇതേപോലെ മാർക്ക് ചെയ്യുക. എന്നിട്ട് ഇവിടെ കൊണ്ടുവരിക, 10-ൽ 20-ൽ വെക്കുക, ഇത് മാർക്ക് ചെയ്യുക. ഇത് 16 ഹൊറിസോണ്ടൽ ലൈൻ 14-നും 16-നും ഇടയ്ക്ക്, 16 ഹൊറിസോണ്ടൽ ലൈൻ 14-നും 16-നും ഇടയ്ക്ക്, അതായത് 16-ൽ നിന്ന് ഇടത്തേക്ക് കുറച്ച് മാറിയിട്ടാണ് ഈ ഹെയറിൻ്റെ ഈ ഒരു ലൈൻ. അതേപോലെ തന്നെ തൊട്ട് മുകളിലുള്ളത് ഏകദേശം അത്രയും തന്നെ ഉണ്ടാവും. ഹെയറിൻ്റെയൊക്കെ ഔട്ട്ലൈൻസ് വരയ്ക്കുമ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ പോലെ ഈ ഓരോ സെഗ്മെൻറ്റിൻ്റെയും ഔട്ട്ലൈൻസ് വരയ്ക്കണം. ഈ ഒരു പോർഷൻ, അതേപോലെ തന്നെ ഈ ഭാഗം, അതൊക്കെ കൃത്യമായിട്ട് അടയാളപ്പെടുത്തി നമ്മൾ ഷെയ്ഡ് ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ നീറ്റായിട്ട് ഷെയ്ഡ് ചെയ്തെടുക്കാൻ പറ്റും.
ഞാനിവിടെ ഇപ്പോൾ ഒരു പേപ്പർ വെക്കുന്നതെന്ന് വെച്ചാൽ എൻ്റെ കൈ സ്വെറ്റ് ആകുന്നുണ്ട്. അത് മാത്രമല്ല നമ്മൾ വരയ്ക്കുമ്പോഴും ഇതുപോലൊരു പേപ്പർ വെച്ചാൽ ഈ ഗ്രാഫൈറ്റ് സ്മഡ്ജായി പോകില്ല. ഇതാണ് ഇതിൻ്റെ ഒരു ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നത്. ഇനിയും നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നതിൻ്റെ ഷെയ്ഡിങ് ആണ്. അപ്പം ഗ്രിഡ് മെത്തേഡ് ഒരു പരിധിവരെ എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം തന്നെയാണ്. അപ്പോൾ ഇത് അതിനും സ്ട്രഗിൾ ചെയ്യുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഇത് ഇങ്ങനൊരു ഡെമോൺസ്ട്രേഷൻ ഇവിടെ ചെയ്തത്. അപ്പോൾ ഇത് ഈസി ആണെന്ന് വിചാരിക്കുന്നു, കാര്യങ്ങളൊക്കെ വ്യക്തമായി മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പോർട്രേറ്റ് ഡ്രോയിങ്ങിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇവിടെ കഴിയുകയാണ്. സെക്കൻഡ് പാർട്ടിൽ നമ്മൾ ഷെയ്ഡിങ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ഗുഡ് ബൈ.